ഹായ്, വെൽക്കം എവരിവൺ. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കുറച്ച് അഭിപ്രായം ഞാൻ എൻ്റെ ഫാമിലിയോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇന്ന് നമ്മൾ ചാർട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട പോലെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ചിന്താഗതികൾ പറയുന്നുള്ളൂ. എൻ്റെ മുഖം നിങ്ങൾ ഈ വീഡിയോ മൊത്തം സഹിച്ചേ പറ്റത്തുള്ളെന്ന് സാരം. അപ്പോൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, പെട്ടെന്ന് ക്ലാസ് കഴിയും. പെട്ടെന്നൊരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും തുടക്കക്കാർക്ക് ലോസ് വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും ചിന്തിക്കുന്നത്? രണ്ടു കൂട്ടം ആൾക്കാർ ചിന്തിക്കുന്ന എന്തായിരിക്കും? അതിന് മുമ്പ് തന്നെ ലോസ് അവിഭാജ്യ ഘടകം, ലോസ് എന്തായാലും വരും. പക്ഷെ അത് കൺട്രോളബിൾ ലോസ് ആയിരിക്കണം. നമ്മുടെ കയ്യിൽ ലോസ് നിർത്തണം. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ആയി പോയിക്കോളും. ഒരുപാട് അവസരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം ടോപ്പിക്കിലോട്ട് വരുമ്പോഴത്തേക്ക്, ലോസ് വരുമ്പോഴത്തേക്ക് രണ്ടു കൂട്ടം ആൾക്കാർ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്? ഫസ്റ്റ് ടീംസ് ചിന്തിക്കുന്നത്, എന്നെ കൊണ്ട് പറ്റിയ പണിയില്ല, നിർത്തി പോയേക്കാന്ന് പറഞ്ഞ് സ്വമേധയാ ഫീൽഡ് ഔട്ട് ആയി പോകും. രണ്ടാമത്തെ കൂട്ടം ആൾക്കാർ ചിന്തിക്കുന്ന എന്തോ, ഒരുപാട് പഠിക്കാം. ശരിയല്ലേ? എന്തെല്ലാം പഠിക്കാവോ അത്ര നന്നായിട്ട് പഠിക്കാം. അതായത് ഒന്നും അറിയാതെ മാർക്കറ്റിലോട്ട് വന്നു, അപ്പം ലോസ് വന്നു. അപ്പം എന്തൊക്കെയോ കൂടുതൽ പഠിക്കണം എന്ന് വെച്ചിട്ട് ഡോ ജോൺസ് നോക്കുന്നു, അത് നോക്കുന്നു, ആകെ ബഹളമായി ഫുള്ള് കുത്തിയിരുന്ന് പഠിക്കുന്നു. പക്ഷെ വീണ്ടും ഇവർക്ക് ലോസ് വരുന്നു. അതെന്തുകൊണ്ടായിരിക്കും? ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ലോസ് വന്നപ്പോൾ ഇവർ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് ലോസ് വന്നു? നമ്മുടെ വ്യൂ തെറ്റിയതാണോ, അതോ നമ്മുടെ സൈക്കോളജി ആണോ പ്രശ്നം? അതായത് നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യവും നമ്മൾ ചെയ്തിട്ടില്ല, സൈക്കോളജി കറക്റ്റ് ആക്കിയില്ല. സൈക്കോളജി കറക്റ്റ് ആക്കാനുള്ള പല വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം മാർക്കറ്റ് അനാലിസിസ് ചെയ്യേണ്ട, അത് പഠിക്കേണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് മറ്റൊരു സിനാരിയോ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി പറയാം. നമ്മൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു. തിങ്കളാഴ്ചയാണ് പരീക്ഷ. പക്ഷേ ഞായറാഴ്ച മൊത്തം കുത്തിയിരുന്ന് പഠിക്കുന്നു, ഫുള്ള് പഠിക്കുന്നു, രാത്രി മൊത്തം ഇരുന്ന് പഠിക്കുന്നു. പക്ഷേ പരീക്ഷ ഹാളിൽ ചെന്നിട്ട് നമ്മൾ ഉറങ്ങിപ്പോകുന്നു. ഇപ്പോൾ പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? എന്ത് ചെയ്തില്ല? നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ റെസ്റ്റ് കൊടുത്തില്ല. അതുകൊണ്ട് പരീക്ഷ ഹാളിൽ ഇരുന്ന് ക്ഷീണിക്കുന്നു, നമുക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റും, നമ്മൾ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പം ഒരു ഡോക്ടർ വന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഓപ്പറേഷൻ സക്സസ്, രോഗി മരിച്ചിരിക്കുന്നു. അപ്പം എന്താ ഇങ്ങനെ പറയുന്നത് നമ്മൾ ചിന്തിക്കത്തില്ലേ? അത്രേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ നമ്മുടെ ഇമോഷൻസ് എപ്പോഴും കറക്റ്റ് ആക്കിയേ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ അതാദ്യം നോക്കുക. എന്തുകൊണ്ട് ലോസ് വന്നു, വൈ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും വേണം. നമ്മുടെ വ്യൂ തെറ്റിപ്പോയി, ഓക്കെ, അടുത്ത ഓപ്പർച്യൂണിറ്റി നോക്കാം. പക്ഷേ നമ്മുടെ സൈക്കോളജി തെറ്റാണെന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്പർച്യൂണിറ്റി നോക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അത് കറക്റ്റ് ആക്കിയില്ലെന്നുണ്ടെങ്കിൽ ഈ ഹിസ്റ്ററി വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പം സൈക്കോളജി എല്ലാം കറക്റ്റ് ആക്കാനുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കണ്ടു നോക്കിയെന്ന് വിശ്വസിക്കുന്നു. പല വീഡിയോസിന് ഇടയ്ക്ക് നമ്മൾ പറയുന്നുണ്ട്. അതാണ് പറയുന്നത്, ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യില്ല. വളരെ കുറച്ച് നേരത്തേക്കുള്ളൂ. നമ്മൾ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിക്കുക, ബുക്ക് വായിക്കുക, വീഡിയോസ് കാണുക, നമ്മൾ നന്നായിട്ടൊരു രീതിയിൽ പഠിക്കുക. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് ഞാൻ പഠിച്ച രീതി എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇനി ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം കീ പോയിന്റ് എന്താ? എന്തുകൊണ്ട് ലോസ് വന്നു എന്നുള്ള കാര്യം ചിന്തിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ സൈക്കോളജിയാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ വീണ്ടും 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 ഇതേ കാര്യം തന്നെ നമ്മുടെ സൈക്കോളജി പ്രശ്നം. കാരണം നമ്മൾ ലോസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ച് മാർക്കറ്റ് പഠിക്കേണ്ട എന്നല്ല പറഞ്ഞത്, പഠിക്കണം. പക്ഷേ ഇതും നമ്മൾ നോക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ മാർക്കറ്റ് പഠിക്കാതെ ഇന്ന ആൾ പറഞ്ഞു, കേരള ട്രേഡർ എന്ന് പറഞ്ഞ ചാനലിരുന്ന് പറഞ്ഞു, അതുകൊണ്ട് മാർക്കറ്റ് പഠിക്കേണ്ട, ചുമ്മാ കണ്ണും പൂട്ടി അങ്ങ് ട്രേഡ് ചെയ്തേക്കുക എന്ന് പറഞ്ഞ് നഷ്ടം വന്നാൽ കമ്പനി ഉത്തരവാദിത്വം വഹിക്കുന്നതല്ല, നമ്മളെല്ലാം ചെയ്യണമെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അതായത് നമ്മൾ മാർക്കറ്റിൻ്റെ എൻട്രി എടുക്കാൻ നേരത്ത് മാർക്കറ്റിനെ പറ്റി നന്നായിട്ട് പഠിക്കണ്ടേ? നന്നായിട്ട് പഠിക്കണം. മാത്രമല്ല നമ്മുടെ സൈക്കോളജി, ഇമോഷൻസ്, അങ്ങനെ പല കാര്യങ്ങളും ഇതിനെ ട്രേഡിനെ ബാധിക്കും. അപ്പോൾ അതും കറക്റ്റ് ആക്കണം. അപ്പം ഇനിയും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഫാമിലിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ കാണാം.